Yeah. Yeah. Hey guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ for else ആണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ for loop എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ while loop എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ for else എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ if else സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് നമ്മൾ else സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് if കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എൽസ് കണ്ടീഷനിലോട്ട് പോകും. അങ്ങനെയായിരുന്നു നമ്മൾ ഇതുവരെ എൽസ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫോർ എൽസിനാണ്. അത് പൈത്തൺ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോർ എൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഫോർ എൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഫോർ എൽസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ ഒരു കുഴപ്പമില്ലാതെ ആ ഒരു ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റണ്ണായി കഴിഞ്ഞാൽ, അതായത് കണ്ടീഷൻ എല്ലാം ചെക്ക് ചെയ്തു ആ ഒരു ഫോർ ലൂപ്പ് കറക്റ്റായിട്ട് കംപ്ലീറ്റ്ലി റണ്ണായി കഴിഞ്ഞാൽ ആ ഒരു എൽസ് കണ്ടീഷൻ നോർമലി ആ ഒരു ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു എൽസ് കണ്ടീഷനിൽ എന്താണ് എഴുതിക്കുന്നത് അത് പ്രിൻ്റായി കാണിച്ചു തരും. ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഇടയ്ക്ക് വല്ല ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവും. പിന്നെ ആ ഒരു എൽസ് കണ്ടീഷനിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ ഞാനതൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ഫയല് ഫോർ എൽസ് .py എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ആ ഒരു ലിസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, 12, 16, 20. ഓക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഫോർ ലൂപ്പ് ഇട്ട് ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സ് നമ്മൾ റെഡി ചെയ്യുക. അതെങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്? ഫോർ ഐ ഇൻ റേഞ്ച്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം കേട്ടോ. ഐ കൊടുക്കാം, ജെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊരു വേരിയബിളാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഞാനിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ യൂസ് ചെയ്യാണ്. ഓക്കെ, ഫോർ ഐ ഇൻ എന്താണ്, റേഞ്ച് അല്ല. റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു നമ്പേഴ്സ്, ആ ഒരു നമ്പർ ആ റേഞ്ചിൻ്റെ അകത്ത് നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ റേഞ്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഏതാണ് റീഡ് ചെയ്യേണ്ടത്? ഞാൻ ആ ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിരുന്ന സമയത്തിന് ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ലിസ്റ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ടപ്പിളിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് നമുക്ക് എങ്ങനെ അത് റീഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ ഐ ഇൻ എ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഐൻ്റെ അകത്ത് ഓരോ ഐട്രേഷനിൽ ഐൻ്റെ വാല്യൂ എന്താവും? ഈ എ എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഫോർ ഐ ഇൻ എ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? പ്രിൻ്റ് ഐ. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫോർ എൽസ് .py. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 5, 12, 16, 20 നമുക്ക് പ്രിൻ്റ് ആയി. അതായത് ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ള എല്ലാ എലിമെൻറ്റ്സും. ഇനി നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ഈ ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് ഐ മോഡ് 5 ഈക്വൽ ടു 0. ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നത്. അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് പറയുന്ന ലിസ്റ്റിലത്തുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, പ്രിൻ്റ് എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ട? ആ ഒരു എലമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് പ്രിൻ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ഒരു ലൂപ്പിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 എന്ന് കൊടുത്തതിന് ശേഷം ഇത് ലൂപ്പിൻ്റെ പുറത്ത് വന്നു. കാരണം എന്തുകൊണ്ടാണ്? ആദ്യം നമ്മൾ ഐയിൽ ചെക്ക് ചെയ്തു, ഐൻ്റെ വാല്യൂ 1 ആയിരുന്നപ്പോഴത്തേക്കും കണ്ടീഷനിൽ പോയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു എലമെൻ്റ് അല്ല. അടുത്ത് 2 ചെക്ക് ചെയ്തു, 3 ചെക്ക് ചെയ്തു, 5 ആയപ്പോഴത്തേക്ക് അത് കറക്റ്റ് ആ ഒരു ഡിവൈഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ബ്രേക്കായി. ഓക്കെ, ഇൻ കേസ് നമുക്കിവിടെ ഇതൊന്നും ഇല്ലെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിന് വരെ 4, പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 21 എന്ന് വിചാരിച്ചോ. ഇപ്പോൾ 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു വാല്യൂസും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഇതിൽ എന്താണ് പ്രിൻ്റ് ചെയ്യുന്നത് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒന്നും പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതായത് ഇത് ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത്? ഇതിലൊന്നിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എൽസ് കണ്ടീഷൻ കൊടുക്കും. എൽസ് പ്രിൻ്റ്
നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം നമുക്ക്. നോട്ട് ഫൗണ്ട്. ഓക്കെ, അതായത് 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു എലമെൻറ്റും ഇതിൻ്റെ അകത്ത് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്ന കാരണം എന്തുകൊണ്ടാണ്? 4i in a, ഐൻ്റെ അകത്തുള്ള ഫസ്റ്റ് എലമെൻ്റ് എടുത്തപ്പോൾ അത് ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 0 വരുന്നതെന്ന് നോക്കും. ഇല്ലാത്തതുകൊണ്ട് എൽസ് കണ്ടീഷനിലോട്ട് പോകും. അടുത്ത രണ്ടാമത്തേലും ഒന്നും മൂന്നാമത്തേലും ഒന്നും ഇതിലൊന്നിലും 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്നില്ല. അതുകൊണ്ടാണ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത്. അപ്പോൾ ഇനി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര പ്രാവശ്യം നോട്ട് ഫൗണ്ട് കാണിക്കുന്നുണ്ട്? 1 2 3 4 5 6 7 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് മൊത്തം 7 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ട് ഫൗണ്ട് എന്ന് 7 പ്രാവശ്യം കാണിക്കുന്നത്. കാരണം ഇതിൽ ഒരു എലമെൻറ്റും വന്നിട്ട് 5 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യും? ഈ 7 പ്രാവശ്യം കാണിക്കുന്നതിനെക്കാട്ടിയും നല്ലതല്ലേ ഒരു പ്രാവശ്യം കാണിക്കുന്നത്? വെറുതെ 7 പ്രാവശ്യം കാണിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ അവിടെ നമ്മളാണ് ഫോർ എൽസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ എൽസ് എന്ന് പറഞ്ഞാൽ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ള എൽസ് ആണ്. ഇതിനല്ല നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫോർ എൽസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫോറിനാണ് നമ്മൾ ഈ ഒരു എൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോറിനാണ് ഈ ഒരു എൽസ് വന്നിരിക്കുന്നത്. നേരത്തെ ഇഫിനായിരുന്നു ഈ ഒരു എൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഫോർ എൽസ് ഇതിനായി. ഇനി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നോട്ട് ഫൗണ്ട് എന്ന് ഒറ്റ പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇൻ കേസ് ഞാനിത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഇട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 5 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആണ്. ഓക്കെ, അപ്പോൾ എന്താ കാണിക്കും? 5 എന്ന് കാണിച്ചതിന് ശേഷം ബ്രേക്കായി. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് ലൂപ്പ് ബ്രേക്കായി. ഈ ഒരു ലൂപ്പിൻ്റെ ഔട്ടായി, ലൂപ്പിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അവിടെ നടന്നു. അതുകൊണ്ടാണ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ ഒരു ലൂപ്പിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയത്. ഇൻ കേസ് നമ്മളിവിടെ ആ ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ എൽസ് കൊടുത്തിരിക്കുന്ന കാരണം ഈ ഒരു ലൂപ്പ് നോർമലി ടെർമിനേറ്റ് ആയതിനു ശേഷം, നോർമലി കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഒരു എൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റായി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ എൽസ് എന്ന് പറയുന്നത്. ഇനി വൈൽ എൽസ് ഉണ്ട്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വൈൽ എൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.